കൂടെ ഒന്ന് ചായച്ചതാണ്. അത്രയും വിഷമമുള്ളൊരു കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പൈസയുടെ ഒന്നും അല്ല, അത് ഓട്ടം വയ്ക്കാൻ. നമ്മുടെ സ്വന്തം പോലെ കൂടെ കൊണ്ടുവരുന്നേച്ച് കൊടുക്കാൻ ചതിക്കുമ്പോ ഒരു വികാരം വരും. ഈ ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം കൂടെ. അത്ഭുതകരമാം ഒരു സക്സസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 സ്ട്രാറ്റജീസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ മതി. ഈ 3 സ്ട്രാറ്റജിയിലെ ഒന്നാമത്തെ സ്ട്രാറ്റജീസ് എക്സൈറ്റ് യുവർ എംപ്ലോയീസ്. നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റണം. എംപ്ലോയീസിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പീക്ക് പെർഫോമൻസ് നടത്തി അവരുടെ വർക്ക് അവർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇഫക്റ്റീവായ പ്രാക്ടിക്കലായ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. രണ്ടാമത് അമേസ് യുവർ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ക്വാളിറ്റി സർവീസുകളും കൊടുത്തുകൊണ്ട് ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സിലെ സ്ട്രാറ്റജിയാണ് ആസ്റ്റോണിഷ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ ഓപ്പറേഷൻസ് കൊണ്ട് ആശ്ചര്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രാൻഡിംഗ് സിസ്റ്റം ആവട്ടെ, നിങ്ങളുടെ മാർക്കറ്റിംഗ് സിസ്റ്റം ആവട്ടെ, ഇതെല്ലാം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് കാണുമ്പോൾ അവർക്കൊരിക്കലും നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജിയും കൂടി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 3 പ്രിൻസിപ്പിള് വളരെ കൃത്യമായിട്ട് ഈ 3 സ്ട്രാറ്റജീസ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ വിധത്തിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. രഞ്ജിതാനിൽ ഫ്രം വിയാസ്റ്റർ കുർത്തീസ്. വിയാസ്റ്റർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ അഡാറ് സാരി കളക്ഷൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ഇത്രയും സാരി കളക്ഷൻസ് നമുക്ക് ഒറ്റയടിക്ക് കയറ്റാൻ പറ്റില്ല. എങ്കിലും കസ്റ്റമേഴ്സിനെ സന്തോഷിക്കട്ടെ, അവർക്ക് കാണാത്ത കളക്ഷൻസ്, കാണാത്ത ഫാബ്രിക്സ് ഒക്കെ അവർക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. കാരണം ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വലിയ വലിയ ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവിടെ പോയി ഈ സാരീസ് ഒന്ന് കാണാൻ പോലും ഉള്ളൊരു ഭാഗ്യം ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണാനെങ്കിലും കണ്ടിട്ടില്ലാത്ത ഫാബ്രിക്സുകൾ കാണാൻ സാധിക്കുക, അതിന്റെ ടെക്സ്റ്റേഴ്സ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിലൊരു ഇഷ്ടം തോന്നുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇതൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും കാണാനെങ്കിലും സാധിക്കുമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ ഇത് എന്ത് തരം ഫാബ്രിക്സ് ആണ്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ് നമ്മൾ ഈ ഓരോ ഫാബ്രിക്സിനും യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അവരൊക്കെ എന്നോട് പറയാറുണ്ട്, മാം എനിക്ക് ഇത് ഫാബ്രിക് എന്താണെന്ന് അറിയില്ലായിരുന്നു, അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ മാം എന്ന് വിളിക്കുന്ന ആൾക്കാരോട് പറയും, രഞ്ജിത ചേച്ചി എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ രഞ്ജിത എന്ന് വിളിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ഈ മാം എന്ന് വിളിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്, അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെ അങ്ങനെ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം, എന്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ മാക്സിമം കൊണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മുടെ ഇന്നലെ കാണിച്ച സാരി കളക്ഷൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മറ്റേ പട്ടാള സിൽക്ക് ഉണ്ടല്ലോ, പട്ടാള സിൽക്കിന്റെ ഒരു സെക്ഷനാണ് ഞാൻ ഫസ്റ്റ് അന്നേരം കാണിച്ചത്. അതിന്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതായിട്ടാണ്, സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത് നമ്മൾ കാണിച്ചത് ജൂട്ട് സിൽക്ക് ഫാബ്രിക് ആയിരുന്നു. ഇത് നമ്മൾ കാണിക്കുന്നത് മഡ്ക ടസർ ആണ്. മഡ്ക ടസർ സിൽക്കിലേക്ക് പട്ടോള ഇക്കത്ത് ഡിസൈൻ ആണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്, വിത്ത് ഗോൾഡൻ ജെറി ബോർഡർ. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക്. കണ്ടോ, വീവിംഗ് പാറ്റേൺ നോക്കുക. അതും ഇതിന്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു പ്രൈസ് പ്രഡിക്ഷൻ വീഡിയോ വേണമെങ്കിൽ ഇടാം. കാരണം ഈ ഒരു ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കാണുമ്പോൾ തന്നെ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരുന്നത്. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് മഡ്ക ടസർ സിൽക്കിലേക്ക് നമ്മൾ പട്ടോള ഇക്കത്ത് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്, വിത്ത് ഗോൾഡൻ ജെറി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡറുമായിട്ട്. പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്, വെറും 1699 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. വെറും 1690, അതായത് വെറും 1700 രൂപ. നമ്മുടെ ജൂട്ട് സിൽക്ക് സാരിനേക്കാളും ഒരു 300 റുപ്പീസ് കുറവാണ് ഇതിന്. കാരണം മഡ്ക സിൽക്ക് ആയതുകൊണ്ട്, മഡ്ക ടസർ സിൽക്ക് ആയതുകൊണ്ട് തന്നെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ്, ആൻഡ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത്
വാടാമുല്ലപ്പൂവിൻ്റെ കളറ്, നല്ല ഭംഗിയായിട്ട് വരുന്ന വാടാമുല്ലപ്പൂവിൻ്റെ കളറാണ് ഇതാ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വാടാമുല്ലപ്പൂവിൻ്റെ കളറാണ്. നല്ല ഭംഗി തരുന്ന കളർ ചാർട്ടുകൾ ആൻഡ് സാരീസ് ആൻഡ് നമ്മുടെ ജയറാം ഗ്രീൻ കളർ കണ്ടോ, നമ്മുടെ ജയറാം ഗ്രീൻ കളർ. എന്തുകൊണ്ടാണോ ഇതിനെ ജയറാം പച്ച കളർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ ഈ കളർ ഇതിനെ ജയറാം പച്ച കളർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയറാം പച്ച കളറിലേക്ക് പോയിരിക്കുന്ന നല്ല ഭംഗിയുള്ള മഡ്കാട്ട് സിൽക്ക് സാരീസ്. അതിലേക്ക് അതിമനോഹരമായിട്ടുള്ള പട്ടാള ഇക്കത്ത് ഡിസൈനാണ് അതിലേക്ക് പോയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ജയറാം ഗ്രീൻ കളറ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളറിലേക്ക്. സാരീസിന്റെ എല്ലാം തന്നെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ അല്ലേ? ഞാനിത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാരീസിന്റെ ക്വാളിറ്റി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കും കണ്ടോ, പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസും പട്ടോള ഇക്കത്ത് ഡിസൈനാണ് സാരീസ് വരുന്നത്. നോക്കി എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ എല്ലാവർക്കും സാരീസിൻ്റെ ഡിസൈൻസും അതുപോലെ തന്നെ കളേഴ്സും ഫാബ്രിക്സും ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആൻഡ് റോയൽ ബ്ലൂ ഷെയ്ഡ് കണ്ടോ, എന്താ രസവും നോക്കി, റോയൽ ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ബോർഡർ കണ്ടോ, നല്ല ഭംഗിയുള്ള കണ്ടോ, എന്താ ഭംഗിയെന്ന് നോക്കി. വെറും 1699 രൂപ, 1699 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കോഫി ബ്രൗൺ കളർ. ഈ കോഫി ബ്രൗൺ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഒന്നും ഞാൻ നോക്കിയിട്ട് ഇങ്ങനത്തെ കളറൊന്നും കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉള്ള ഒട്ടുമിക്ക ചാനൽസും ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. സാരീസൊക്കെ ആണെങ്കിലും മെയിൻലി ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് അങ്ങനെ റെയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച്, അത് ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സാരീസിൻ്റെ പ്രൈസ് റേഞ്ചും ഒക്കെ ഞങ്ങളുടേത് വളരെ വളരെ അഫോർഡബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള കോഫി ബ്രൗൺ കളറാണ്. മഡ്കാ ടസറാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇക്കത്ത് പട്ടോള ഡിസൈൻ വിത്ത് സെറി ഗോൾഡൻ ബോർഡർ വീവിംഗ് ബോർഡേഴ്സോട് കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടുകൾ, എന്ത് ഭംഗിയുള്ള കളർ ചാർട്ട് കണ്ടോ. ഓരോന്നായിട്ട് ഞാനിങ്ങനെ മുകളിലോട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. നോക്കി, ഇത് ഭംഗിയുള്ള കളർ ചാർട്ട്സ് ആണ്. നോക്കി കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഫി ബ്രൗണും ഈ ബ്ലാക്കുമാണ്. അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ്. നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം. നെക്സ്റ്റ് കളക്ഷൻ കണ്ടോ, നമ്മുടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്, അതായത് ജൂട്ട് സിൽക്ക് സാരീസിൽ വരുന്ന സെമി ജൂട്ട് സിൽക്ക് സാരീസ്. ജൂട്ട് സിൽക്ക് സാരീസിൽ സെമി ജൂട്ട് സിൽക്ക് സാരി എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇത് പ്യുവർ അല്ല, എന്നുവെച്ചാൽ ടെക്സ്ചർ വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ സെമി എന്ന് പറയുന്നത്. കുറച്ചുകൂടി സോഫ്റ്റ് ഫേമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ടെക്സ്ചർ ഏറ്റവും സോഫ്റ്റ് ടെക്സ്ചറിലേക്ക് മാറ്റി കൊണ്ടുവരുമ്പോഴാണ് നമുക്കതിനെ സെമി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചിട്ട് അത് പ്യുവർ അല്ലാത്തയല്ല, അതേ സെയിം ഫാബ്രിക് ആണ്, ടെക്സ്ചറിൽ മാത്രം വരുന്ന ഡിഫറൻസ്. ജൂട്ട് സിൽക്ക് സാരീസ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള അതിലേക്ക് പ്ലെയിൻ സാരീസാണ്. അതിമനോഹരമായിട്ട് വരുന്ന പ്ലെയിൻ സാരീസ് കണ്ട് എന്ത് രസമെന്ന് നോക്കി. പ്ലെയിൻ സാരീസിലേക്ക് നല്ല ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. ഇതിലേക്ക് നമ്മൾ ലൈനിങ് കൊടുക്കണം കേട്ടോ. കോട്ടൺ ലൈനിങ് എല്ലാം വീവിങ് ആണ് കേട്ടോ. അതാണ്ട് കണ്ടോ, ത്രെഡ് പോയിരിക്കുന്നത് കണ്ടോ, വീവിങ് ആണ്. സോ അതിലേക്ക് നമ്മൾ കമ്പൽസറി ആയിട്ടും ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെ കൊടുത്ത് ബ്ലൗസ് പീസ് ചെയ്യണം. നമ്മൾ ഉടുക്കുമ്പോൾ ഈ ഒരു ഭംഗിയായിരിക്കും അതിന് വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരുന്നു, സാരി ഇങ്ങനെ വരുന്നു കണ്ടോ. പ്ലെയിൻ സാരീസിൻ്റെ ബോർഡർ കണ്ടോ, ഈ ബോർഡർ ഉൾപ്പെടെ വീവിങ് ബോർഡേഴ്സ് ആണ് കേട്ടോ. കണ്ടോ, വീവിങ് ബോർഡേഴ്സ് ആണ്, ബോർഡർ ഉൾപ്പെടെ വീവിങ് ബോർഡേഴ്സ് ആണ്. അതിമനോഹരമായിട്ടുള്ള സാരി. പ്രൈസ് വരുന്നത് വെറും 2000 രൂപ, 2000 rupees, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു മുസാണ്ട പൂവിന്റെ കളറ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പിസ്താ ഗ്രീൻ ഷെയ്ഡ്. നോക്കി, ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിസ്താ ഗ്രീൻ ഷെയ്ഡിലേക്ക് റോയൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ പിള്ളേരെ, എന്ത് രസമാണെന്ന് നോക്കി കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമ്മുടെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഉടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. അതായത് പിസ്താ ഗ്രീൻ വിത്ത് റോയൽ ബ്ലൂ കോമ്പിനേഷൻ. മുന്താണി പോർഷൻ കണ്ടല്ലോ, പല്ലു പോർഷൻ കണ്ടല്ലോ, പല്ലു. ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് മെറൂൺ വിത്ത് നമ്മുടെ ബ്ലാക്ക് കോമ്പിനേഷൻ. നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ കണ്ടോ.
ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ദ ബ്ലൗസ് പീസ് ആൻഡ് ദ ഇത് സാരി കണ്ടോ, ടെമ്പിൾ ഡിസൈനിൻ്റെ ബോർഡർ നന്നായിട്ടൊന്ന് നോക്കിക്കേ. ബോർഡറിൻ്റെ ഭംഗിയുണ്ടോ, ഫാബ്രിക്കിൻ്റെ ഭംഗി ആൻഡ് ബോർഡറിൻ്റെ ഭംഗി ആൻഡ് മുന്താണി വിത്ത് ടാസിൽസ്. എക്സ്ട്രാ പ്രീമിയം കളക്ഷൻ സാരീസാണ് ബ്ലാക്ക്. ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ കളറ്. മസ്റ്റാർഡ് യെല്ലോ അല്ല, മാംഗോ യെല്ലോ കളർ വിത്ത് മെറൂൺ കോമ്പിനേഷൻ കണ്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന മാംഗോ യെല്ലോ ഷെയ്ഡ് വിത്ത് മെറൂൺ കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷനിലാണ് അതിൻ്റെ ബ്ലൗസും അതിൻ്റെ സാരിയും പോയിരിക്കുന്നത്. കണ്ടല്ലോ, നല്ലത്. ഇന്ന് ഹൈലൈറ്റ് ചെയ്തതിനെ കൂടി താഴോട്ട് ഈ ഒരു കോമ്പിനേഷനിലാണ് കണ്ടോ സാരിയും ബ്ലൗസും പോയിരിക്കുന്നത്. വെറും 2000 രൂപ മാത്രമാണ് ഈ ഒരു എക്സ്ട്രാ പ്രീമിയം സാരി കളക്ഷൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ്. നല്ല ഭംഗി തരുന്ന ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് കണ്ടോ. കളർ ചാർട്ട് നോക്കുക, എന്താ രസവും നോക്കുക. കളർ ചാർട്ട് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് തരുന്നത് കണ്ടോ. ബ്ലൗസ് പീസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലൗസ് പീസും സാരി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന ആ ഡിസൈൻസ് നോക്കുക, അതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ നോക്കുക, അതിൻ്റെ മുന്താണി നോക്കുക. നല്ല ഭംഗിയായിട്ട് വരുന്ന കളക്ഷൻസാണ് കണ്ടോ. മടക്കുന്നതെല്ലാം പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ടല്ലോ നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെ നമുക്ക് ഈ പേപ്പർ വെച്ച് മടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫാക്ടറിയിലേക്ക് ഇത് വിടേണ്ടി വരും, ആ വിവേഴ്സിൻ്റെ അടുത്തേക്ക് വിടേണ്ടി വരും. നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ഷെയ്ഡാണ്, ഒരു റെയർ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നോക്കി, നമ്മുടെ ഈ ഏതാണ് വിവോയുടെ കമ്പനിയുടെ കൂടിയ മൊബൈൽസിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ലേ, ഒരു ബ്ലൂ കളർ, ആ ഒരു കളറാണ് കേട്ടോ. ആഷ് ആണോ എന്ന് ചോദിച്ചാൽ ആഷ് അല്ല, ഓഷ്യൻ ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ ഓഷ്യൻ ബ്ലൂ അല്ല. രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന, മെർജ് ചെയ്യുന്ന വരുന്ന ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. ആൻഡ് മുന്താണി പോർഷൻ പോയിരിക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ആഷ് കളറിലേക്ക് തന്നെയാണ് മുന്താണി പോർഷൻ പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് പീസും. ഈ ഒരു ലുക്കിലായിരിക്കും നമ്മളിത് ഉടുക്കുമ്പം വരുന്നത് കേട്ടോ. ആഷ് കളറിലെ ബ്ലൗസ് പീസാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ചാർട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കളർ ചാർട്ടാണ്. ആൻഡ് ചിക്കു കളർ എപ്പോഴും തന്നെ നമ്മുടെ എവർഗ്രീൻ ആയിട്ട് വരുന്ന ചിക്കു കളർ. അതൊരു ചിക്കു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീസൺ സമയം, അതായത് നമ്മുടെ ഓണം സീസൺ സമയം ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് പീസും നമ്മൾ ബ്ലൗസ് പീസുമായിട്ട് സാരി ഉടുക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. പ്ലെയിൻ സാരി വിത്ത് നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്ന വീവിങ് ബ്ലൗസ്, സോറി പ്രിന്റഡ് അല്ല വീവിങ് ആണ്, പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റഡ് ആയിട്ട് നമുക്ക് തോന്നും. പ്ലെയിൻ സാരീസ് വിത്ത് ബോർഡർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എലഗന്റ് ബോർഡേഴ്സ്, നല്ല ഭംഗി തരുന്ന മഡ്ക ടസർ സിൽക്ക് സാരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സഫയർ ഗ്രീൻ കളറ്, അതിമനോഹരമായിട്ട് വരുന്ന നമ്മുടെ സഫയർ ഗ്രീൻ ടോണാണ്. ഓക്കെ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കളറും നല്ല ഭംഗിയായിട്ടുള്ള സാരീസും നോക്കി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അതായത് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ. ഇത് 2 ബോർഡർ, ഒരു ബോർഡറേ ഉള്ളൂ കേട്ടോ. കണ്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ. അതിമനോഹരമായിട്ടുള്ള സാരി കളക്ഷൻസ്, അത് മഡ്ക ടസർ സിൽക്ക് സാരീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഹിറ്റ് ഡിസൈൻ, നമ്മുടെ മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു കളർ, ഒരു കോമ്പിനേഷൻ തന്നെയാണ് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സാരീൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ആ ബ്ലൗസിൻ്റെ ഭംഗി വരുന്നത്. കണ്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ കസ്റ്റമറിനോട് നമ്മുടെ ഏത് പ്രൊഡക്റ്റും 100% മണി ബാക്ക് ഗ്യാരണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞു രഞ്ജിത പറഞ്ഞ ഒരു ക്വാളിറ്റിയും ഇതിനകത്ത് കാണുന്നില്ല, രഞ്ജിത പറഞ്ഞ ഫാബ്രിക്കേ അല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഫാബ്രിക്സിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഫാബ്രിക്സിന്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓരോ ടെക്സ്ചർ ബൈ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റവും സോഫ്റ്റിൽ നിന്ന് ഏറ്റവും
ഹയസ്റ്റ് വരെയുള്ള ഫേംസ് നമുക്ക് ഈ ഫാബ്രിക്സിലെല്ലാം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും ശരീരത്തിനോട് നല്ല ഓരോ ടൈപ്പ് ഓഫ് ഒരു ടെക്സ്ചറിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ചെയ്യാൻ നമ്മൾ ഓരോ ക്വാളിറ്റിയാണ്, ഓരോ ടെക്സ്ചേഴ്സ് ആണ് നമ്മൾ ആ ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഈ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 4, 3, 7 രൂപയുടെ ജോർജറ്റ് മാത്രമല്ല തുണിയെന്ന് പറയുന്നത് കേട്ടോ. തുണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തപ്പിയെടുക്കാൻ പറ്റില്ല. സമുദ്രത്തിനകത്ത് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും തപ്പിയെടുത്തിട്ട് കയറി വരാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അതാണ് ഫാബ്രിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളി ടസറിനകത്താണ് നമ്മള് ഹാൻഡ് വർക്കും എല്ലാ വർക്കും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കാണാം നമുക്ക് അടിപൊളി കളക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും രജിത ചേച്ചി എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇതെല്ലാം ഗോൾഡൻ കളറാണല്ലോ, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? നമുക്ക് ഇതിനകത്തിരിക്കുന്ന സംഭവം കാണാം. മഡ്ക ടസർ തന്നെയാണ്. നെക്സ്റ്റ് ഡിസൈൻ ആണ് വരുന്നത്. മഡ്ക ടസർ സിൽക്കിലേക്ക് വരുന്നിരിക്കുന്ന നെക്സ്റ്റ് ഡിസൈൻ ബാന്തിനി പ്രിന്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്തിനി പ്രിന്റഡ് ആണ് സാരീസ് വരുന്നത്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ബാന്തിനി പ്രിന്റഡ് സാരീസ് വിത്ത് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് വിത്ത് ടെമ്പിൾ ഡിസൈൻസോട് കൂടി അതിമനോഹരമായിട്ടുള്ള ബാന്തിനി പ്രിന്റഡ് സാരീസ്. കണ്ടോ എന്താ രസം നോക്കി, അതിന്റെ ടെക്സ്ചർ കണ്ടോ. അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ്. അപ്പം അതിനൊരു നല്ല എലഗന്റ് ലുക്ക് വരുന്ന ടൈപ്പിലാണ് അതൊന്ന് അറേഞ്ച് ചെയ്തിരിക്കും. നല്ല ടിഷ്യൂവിന്റെ വീവിംഗ് ആണ് ഇത് കംപ്ലീറ്റ് കേട്ടോ. അതേണ്ടേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഇതൊക്കെ നമ്മൾ വീവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ടിഷ്യൂ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ്. കണ്ടോ മുന്താണി തല തിരിഞ്ഞു പോയി. മുന്താണി നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനായിട്ട് ആള് വന്നതാണേ. അതാ ഈ സംസാരം കേൾക്കുന്നത്. നമ്മൾ അപ്പത്തേക്കും വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന പിങ്ക് കളറ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറില് നോക്കി. കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്കും വൈനുമായിട്ടുള്ള കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ പിസ്ത ഗ്രീൻ കളർ. കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ കളറാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, ഇതാണ് ബ്ലൗസ് പീസ്. ഇതാണ് കേട്ടോ, ഇതാണ് ബ്ലൗസ് പീസ്. നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ് അതിന് വരുന്നത്. അതിൻ്റെ വിത്ത് ബോർഡറുമായിട്ട് ബാന്തിനി പ്രിന്റ് ആണ് കേട്ടോ. ബാന്തിനി പ്രിന്റ് എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ പ്രിന്റ് ആണ്. എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. വിത്ത് ബോർഡർ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ജെറി ബോർഡറോട് കൂടിയാണ് വരുന്നത് ബാന്തിനി പ്രിന്റഡ് സാരീസ്. ആൻഡ് നെക്സ്റ്റ് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, പീച്ച് കളർ. ഈ ഒരു ടൈപ്പ് ഇത് മുന്താണി പോർഷൻ ആണ്. പീച്ച് കളർ സാരി. കണ്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ. അതിന്റെ ഉടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോടാ. ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട്. നല്ല വീവിങ് ബോർഡറോട് കൂടി എല്ലാം നല്ല 1 മീറ്റർ ബ്ലൗസ് പീസും ആണ് ഇതിനകത്ത് എല്ലാം ആഡ്. എക്സ്ട്രാ പ്രീമിയത്തിനകത്ത് എല്ലാം തന്നെ 1 മീറ്റർ ആണ്. എക്സ്ട്രാ പ്രീമിയം എന്ന് പറഞ്ഞാൽ 5000 10,000 ഒന്നുമില്ല, വെറും 2000 രൂപ മാത്രം. പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 3000 4000 5000 ഒക്കെ ആകും. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ. കണ്ടോ യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ. അതിമനോഹരമായിട്ടുള്ള ടെക്സ്ചേഴ്സ് നോക്കി. സോഫ്റ്റ് ടെക്സ്ചറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ടെക്സ്ചറും ആണ്. അതുപോലെ തന്നെ മഡ്ക ടസർ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ബാന്തിനി പ്രിന്റ് ആണ് അതിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന പ്രിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളത് ഒരു ബ്ലൂ കളർ, ഓഷ്യൻ ബ്ലൂ കളർ വിത്ത് റോയൽ ബ്ലൂ കോമ്പിനേഷൻ. കണ്ടോ എങ്ങനെ ഇത് നിങ്ങൾക്ക് വർണ്ണിച്ചു തരിക. ഞാൻ ഈ സാരീസൊക്കെ തന്നെ ഇങ്ങനെ വർണ്ണിക്കാനായിട്ട് പറ്റുക, വർണ്ണിക്കാൻ തന്നെ വാക്കുകളില്ല. കണ്ടോ ബ്ലൗസ് പീസും സാരീൻ്റെ ഒരു ലുക്ക് ആൻഡ് അതിൻ്റെ ഒരു ഭംഗി ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ക്വാളിറ്റി നന്നായിട്ട് മനസ്സിലാവും. വൺ സൈഡിൽ ഇടാനും ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഈ സാരീസ് നമ്മൾ വൺ സൈഡിലേക്ക് നമുക്ക് ഇടാനും നല്ല ഭംഗിയായിട്ട്
അതൊക്കെ ഓർത്തുപോയി. എവർഗ്രീൻ ബ്ലാക്ക് ബ്യൂട്ടി. ബ്ലാക്ക് ബ്യൂട്ടിയെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ബ്യൂട്ടിയാണ് കേട്ടോ. ബ്ലാക്ക് ബ്യൂട്ടി കണ്ടോ, ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ബോർഡർ കണ്ടോ, ഈ ബോർഡർ കണ്ടോ എങ്ങനെ, ഏത് രീതിയിലാണ് ഈ ബോർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീവേഴ്സ്. എന്താ വെറൈറ്റി നോക്കിക്കേ കണ്ടോ, എന്ത് ഭംഗിയുള്ള ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. അതിമനോഹരമായിട്ടുള്ള ഏറ്റവും പ്രീമിയം കളക്ഷൻ സാരീസ് ആണ്. ബ്ലാക്ക് വിത്ത് മെറൂൺ കോമ്പിനേഷൻ വിത്ത് ബാന്ദ്രി പ്രിന്റ് വിത്ത് മഡ്ഗ ടസർ സിൽക്ക് സാരി. ആൻഡ് ദ ലാസ്റ്റ് ഫൈനൽ കളർ എന്ന് പറയുന്നത് ചിക്കു കളർ. അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ പറ്റിയ ചിക്കു കളറിലേക്ക് ബാന്തിനി പ്രിന്റ് പോയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്ന സാരീൻ്റെ. ഇതാണ് ബ്ലൗസ് പീസ്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ വരും കേട്ടോ. ചെയ്ത് വരുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ടുള്ള ചിക്കു കളറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മഡ്ഗ ടസർ സിൽക്ക് സാരീസ് ആണ്. സാരീസിന്റെ പ്രൈസ് വെറും 2000 രൂപ, 2000 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. ഇനി നമുക്ക് നല്ലൊരു പ്രീമിയം കളക്ഷൻസ് 2500ന്റെ പ്യോർ ലിനൻ ഖാദി ലിനൻ സിൽക്ക് സാരീസും കൂടി കണ്ടിട്ട് വരാം. കണ്ട നല്ല ഭംഗിയായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള പ്യോർ ഖാദി ലിനൻ സിൽക്ക് സാരീസ് ആണ് നിങ്ങൾ ഇനി അടുത്ത് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോന്ന് നിവർത്ത് കാണാം. നല്ല ടെക്സ്റ്റേഴ്സ് ആണ്, ഏറ്റവും സോഫ്റ്റ് ഹാൻഡ്ലൂം ടെക്സ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ടെക്സ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലേ അത് കയ്യിൽ കിട്ടുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. സാരീസ് നല്ല ഭംഗിയുള്ള പല്ലു പോർഷൻസ് ആൻഡ് നല്ല ഭംഗിയുള്ള ഇതെല്ലാം വീവിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു ചെക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഇത് ബ്ലൗസ് പീസ് ആണ്. ഈ ചെക്ക് ഡിസൈന് ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു പ്രിന്റ് ആണ് ഇങ്ങനെ പോയിരിക്കുന്നത്. സാരീന്റെ ഒരു മടക്കി വെച്ചിരിക്കുന്ന രീതി വേറെയാണ്. അതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് നിവർത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സാരീസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ലുക്കാണ് നമുക്ക് നല്ല ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇച്ചിരി പ്രായമുള്ള അമ്മമാർക്ക് എല്ലാവർക്കും നല്ല നല്ല അടിപൊളിയായിട്ട് ഉടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി സാരിയാണ്. പ്രൈസ് എന്ന് പറയുന്നത് 2500 2500 രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് അതിലേക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് സാരി. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഏറ്റവും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഖാദി ലിനൻ സിൽക്കിന്റെ ടെക്സ്ചറുമാണ്. സംഭവം കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിലേക്ക് മജന്ത പ്രിന്റ്. നോക്കി, മജന്ത കളറിലെയാണ് അതിലേക്ക് പോയിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്ന ലുക്ക് കേട്ടോ. ഭംഗിയുള്ള സാരി കളക്ഷൻസ് ആണ്. അതിമനോഹരമായിട്ട് നമുക്ക് പറയാൻ തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ. ഇത് കളക്ഷൻസ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് അറിയില്ല എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. നെക്സ്റ്റ് മെഹന്തി ഗ്രീൻ ടോണ് കണ്ടോ. ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഫാബ്രിക്സുകള്, നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റാത്ത ടൈപ്പിലുള്ള സാരീസ് ഒക്കെ കൊണ്ട് കാണിച്ചു തരുമെന്ന്. മെഹന്തി ഗ്രീൻ്റെ ഒരു ഭംഗിയുണ്ടോ കണ്ടോ, എന്താ രസം നോക്കി. മെഹന്തി ഗ്രീൻ ഇങ്ങനെയാണ് ഭംഗി. അതിന്റെ ഒരു ആ ലുക്ക് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് കംപ്ലീറ്റ് നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി നിങ്ങൾക്കാണെങ്കിലും അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മൾ മടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും സാരീസ് നമുക്ക് മടക്കിയെടുക്കുക. വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഒരു ദിവസം അങ്ങോട്ട് മാറുന്നേ. ഒരു ദിവസത്തെ പണിയായി ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിചാരിക്കും 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കാണും. പക്ഷെ എന്റെ ഒരു ദിവസമാ. നെക്സ്റ്റ് നേവി ബ്ലൂ കളർ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ കണ്ടോ. പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും. എനിക്കിതൊക്കെ എടുത്ത് ഉടുക്കാൻ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം നമുക്കത് സാധിക്കില്ലല്ലോ. കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ്. അതിമനോഹരമായിട്ടുള്ള സാരി കളക്ഷൻസ് ആണ്. നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല കിടിലമായിട്ടുള്ള ഫോക്സ് ജോർജറ്റിന്റെ ഫോക്സ് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞത് കണക്കല്ല, ഈ റേറ്റ് കുറഞ്ഞതല്ല. ജോർജറ്റില് 5 വെറൈറ്റി ടൈപ്പ് ഓഫ് ജോർജറ്റ്സ് ഉണ്ട്. അതിലെ 4th ക്വാളിറ്റി
ഫോർത്ത് ക്വാളിറ്റി ആയ ഫോക്സ് ജോർജറ്റിന്റെ ഫോർത്ത് ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനി സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആണ്. കാരണം പാകിസ്ഥാനി സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്, ഒരു ഐറ്റം ആണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫുൾ സ്റ്റോക്ക് ആണ്, കംപ്ലീറ്റ്ലി ഫുൾ സ്റ്റോക്ക് ആണ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എബ്രോഡ് ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, ഈ ഓൾ ഇന്ത്യ പർച്ചേസ് ചെയ്യാം, ആൻഡ് ഓൾ കേരള പർച്ചേസ് ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നല്ല വെറൈറ്റി കളേഴ്സ് ആണ്, സൂപ്പർ കളേഴ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ബ്ലൂ, ഗ്രേഷ് ബ്ലൂ ആണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രേഷ് ബ്ലൂ ആണ്. ആൻഡ് ജോർജറ്റിൽ, ഫോക്സ് ജോർജറ്റിൽ തന്നെയാണ് നമ്മൾ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ഹെംപോഷൻ കണ്ടോ, അത് സെൽഫ് ടോൺഡ് ടോണിലേക്ക് ലേസ് വർക്ക് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന നല്ല പ്യോർ ആയിട്ടുള്ള ഫോക്സ് ജോർജറ്റിലെ ബോട്ടമാണ്. ഇൻക്ലൂഡിങ് ലൈനിങ്, ഇൻക്ലൂഡിങ് ക്രേപ്പ് ലൈനിങ്ങോട് കൂടിയാണ് ഈ ബോട്ടം വെയർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ബോട്ട് നെക്കാണ്. ഈ ഒരു ബോട്ട് നെക്കിന്റെ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. കാരണം എംബ്രോയിഡറി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി വരത്തില്ല. സോ നല്ല രീതിയിൽ ഒരു ബോട്ട് നെക്കില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് എനിക്ക് താഴെ എൻഡ് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി വർക്ക്, നല്ല ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹെവി വർക്ക് ഇൻക്ലൂഡിങ് ലൈനിങ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്, ചുടി സ്ലീവ് ആണ് കണ്ടോ, ഫുൾ ചുടി സ്ലീവ്. സ്ലീവ്സിന്റെ ഹെം പോർഷനിലും സെയിം കൈൻഡ് ഓഫ് നമ്മള് ക്രോഷ്വാ ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിന്റെ ഹെം പോർഷനിലും ക്രോഷ്വാ ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്കൈ ബ്ലൂ പാറ്റേൺ ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ 2.5 മീറ്റർ ദുപ്പട്ടയാണ്, കംപ്ലീറ്റ് ഹെവി ആയിട്ടുള്ള 2.5 മീറ്റർ ഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. ഇതിലേക്ക് 2.5 മീറ്റർ ദുപ്പട്ടയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1399 രൂപ, വെറും 1399 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് 1399, അതായത് 1400 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, നോക്കിയേ, ഒരു രക്ഷയില്ലാത്തൊരു ഓണിയൻ പിങ്ക് കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്, നോക്കി, അതിമനോഹരമായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട. നല്ല സ്കാലപ്പ് ബോർഡറോട് കൂടി കംപ്ലീറ്റ്ലി ഹെവി ആയിട്ട് സ്കാലപ്പ് ബോർഡർ കംപ്ലീറ്റ്ലി ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് ബോട്ടം കളക്ഷൻ ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള മെറൂൺ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. നോക്കി, M2 ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഹോൾസെയിൽ അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ റീറ്റെയിൽ അവൈലബിൾ ആണ്. ഹോൾസെയിലായിട്ട് അവൈലബിൾ ആയിട്ട് വേണ്ടെന്നുള്ള ആൾക്കാർ ജോസ്ഫിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡ്, നല്ല എവർഗ്രീൻ ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ്. എന്റെ മൈക്ക് ഇവിടെ കാണുന്നില്ലല്ലോ അല്ലെ, മൈക്കിന് കംപ്ലൈന്റ് ആയിപ്പോയി, മൈക്കിന് വാങ്ങിച്ചാലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തൊണ്ട തുറന്ന് സംസാരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിലേക്ക് അതിമനോഹരമായിട്ടുള്ള 2.5 മീറ്റർ ദുപ്പട്ട, നല്ല സൂപ്പർ, നല്ല 2.5 മീറ്റർ ദുപ്പട്ട ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ എന്ന് പറയാം, നമുക്കിതിനെ മിലിറ്ററി ഗ്രീൻ എന്നും പറയാം. നല്ല ഭംഗിയായിട്ടുള്ള, നോക്കി, വെരി ബ്യൂട്ടിഫുൾ ആയി പാകിസ്ഥാനി സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആൻഡ് ബോട്ടം കളക്ഷൻ ആൻഡ് ദുപ്പട്ട, വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ദുപ്പട്ട കളക്ഷൻ കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈൻ കളറ്. എന്താ ഭംഗിയുള്ള വൈൻ കളറ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ കളറ്, നല്ല ഭംഗിയായിട്ട് വരുന്ന, എല്ലാം പ്യുവർ ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. ആൻഡ് ബോട്ടം കളക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പീകോക്ക് ബ്ലൂ കളറ്. ഒരുപാട് കളർ, 9 കളേഴ്സിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. സ്ലീവ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് സ്ലീവ്സ്. ഞാൻ എല്ലാം ഓരോന്നോരോന്ന് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആൻഡ് ദുപ്പട്ട, ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ട കളക്ഷൻസ്.
ആൻഡ് നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാല് നല്ല ഒരു സീ ഗ്രീൻ ഷെയ്ഡില് സീ ഗ്രീനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. ബോട്ടിൽ ഗ്രീനോ പാരറ്റ് ഗ്രീനോ അങ്ങനത്തെ ഗ്രീൻസ് ഒന്നുമല്ല, സഫയർ ഗ്രീനോ അങ്ങനെയൊന്നുമല്ല. സീ ഗ്രീനും സഫയർ ഗ്രീനോട് ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ്. സീ ഗ്രീനും നമ്മുടെ സഫയർ ഗ്രീനും ആയിട്ട് വരുന്ന ഒരു ബ്ലെൻഡഡ് ടൈപ്പ് ഗ്രീൻ ആണ്. ആൻഡ് ഓൾസോ ബോട്ടം നിങ്ങൾക്ക് അറിയാലോ, ഇൻക്ലൂഡിംഗ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്, അതിമനോഹരമായിട്ട് വരുന്ന ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത്. അതിലേക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ട, എല്ലാം എംബ്രോയിഡറി വർക്കുകളാണ്. കംപ്ലീറ്റ്ലി ഹെവി ആയിട്ട് റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനി സ്യൂട്ടിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ കാരി വർക്ക് ചെയ്ത പാകിസ്ഥാനി സ്യൂട്ട്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ കാണാൻ പോണത് ഫോക്സ് ജോർജറ്റില് ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നോക്കിക്കേ, വൈറ്റ്, ലാവൻഡർ, ബ്ലാക്ക്, യെല്ലോ ആൻഡ് ഓണിയൻ പിങ്ക് ഷെയ്ഡ്, നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് സെയിം തന്നെയാണ്. 1399 ആണ് പ്രൈസ് വരുന്നത്. ആൻഡ് സൈസ് വരുന്നത് M2XXL ആണ്. നല്ല ഭംഗി, എല്ലാം തന്നെ പാകിസ്ഥാനി സൂട്ട്സ് ആണ്. ഹെവി റിച്ച് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുവാണ്. കണ്ടോ, റിച്ച് ആയിട്ട് എക്ദം ഹെവി ആയിട്ട്, കണ്ടോ, എക്ദം ഹെവി ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് പോയിരിക്കുന്നത്. അറ്റം വരെ ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്നു. അതൊക്കെ ക്രോഷ് വാലൈസ് എല്ലാം കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല ലെങ്തി ടോപ്പാണ്. നല്ല ലെങ്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 ഇഞ്ചസോളം ലെങ്ത് വരുന്ന ഒരു നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ടോപ്പ്, ഒരു കുർത്തി കളക്ഷൻസ് ആണ്, ഒരു 3 പീസ് സെറ്റ് കളക്ഷൻസ് ആണ്. ആൻഡ് ഓൾസോ ദുപ്പട്ട. നിങ്ങൾക്ക് ഇനിയിപ്പം ഇതിന് ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് ഷോർട്ട് ആക്കാനായിട്ട് സാധിക്കും. ലെങ്തി ആയിട്ടും നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇത് ഇങ്ങനെ തന്നെ ഇടാനായിട്ട് സാധിക്കും. നമുക്കിനി 47 ഇഞ്ച് മതിയെങ്കിൽ ഒരു 5 ഇഞ്ച് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പാകിസ്ഥാനി സൂട്ടാണ്. വൈറ്റ്, ഇതാണ് ബോട്ടം കളക്ഷൻ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാസോ ആണ് വരുന്നത്. ഈ പ്ലാസോയിലേക്കാണ് നമ്മൾ ഈ ചിക്കൻ കാരി വർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലാസോ ചിക്കൻ കാരി വർക്ക് വിത്ത് ദുപ്പട്ടയായിട്ട് നമുക്ക് ഷോർട്ട് ചെയ്താലും ഭയങ്കര രസമായിരിക്കും. ഫുൾ ആയിട്ട് നല്ല ബോളിവുഡിലുള്ള ഫിലിം സ്റ്റാർസ് ഒക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബോളിവുഡ് സ്റ്റൈല്. നമ്മൾ കേരള മാർക്കറ്റ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഓൾ ഇന്ത്യ മാർക്കറ്റ് ഫോക്കസ് ചെയ്താണ് ബിസിനസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോളിവുഡ് സ്റ്റൈലിലുള്ള ഒരുപാട് പാറ്റേൺസ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് എൻ്റെ ഒത്തിരി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. നല്ല നമ്മുടെ കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും കാലിക്കറ്റിന്റെയും ഒക്കെ നല്ല അടിപൊളി അഡാർ ഐറ്റംസ് ആണ് നമ്മളെ. കാരണം നമ്മൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നല്ല എന്റെ കസ്റ്റമേഴ്സിനൊക്കെ എന്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ഓക്കെ, നല്ല ഭംഗിയായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. ആൻഡ് ടോപ്പ് ആൻഡ് ബ്ലാസോ ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇതിന്റെ വർക്കിന് കൊടുക്കണം കാശ് കേട്ടോ. അത്രയും ഭയങ്കര ഹെവി വർക്കാണ് കേട്ടോ. നല്ല ഹെവി വർക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ്. ആൻഡ് ദുപ്പട്ടയുണ്ട്, പ്ലാസോയും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നമ്മുടെ ഹൽദി യെല്ലോ ഷെയ്ഡ്. ഇതെല്ലാം തന്നെ ഹോൾസെയിൽ അവൈലബിൾ ആണ്. ആൻഡ് സിംഗിൾ പീസും ഓൾസോ അവൈലബിൾ ആണ്. റീസെല്ലിംഗ് ഓൾസോ അവൈലബിൾ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൽദി യെല്ലോ ഷെയ്ഡ് ആണ്. നമ്മൾ ഫുൾ ആണ് വരുന്നത്. നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് സ്ലിറ്റ് ഒക്കെ ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് ലെങ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. നല്ല ഹെവി റേറ്റുള്ള നിങ്ങൾക്ക് കേരളത്തിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനം വെറും 1399 മാത്രം. 1399 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഓണിയൻ പിങ്ക് ഷെയ്ഡ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ്. കണ്ടോ, അതിമനോഹരമായിട്ട് വരുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോർജറ്റ്, ഫോക്സ് ജോർജറ്റിലേക്ക് പ്യുവർ ആയിട്ട് ചിക്കൻ കാരി വർക്ക് വെച്ചിട്ട് വിത്ത് ക്രോഷ്വ ലേസിൽ ഓൾ ഓവർ ദ ബോർഡേഴ്സ് സ്കാലപ്പോട് കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇൻക്ലൂഡിംഗ് സ്ലിറ്റ് ഉൾപ്പെടെ. കണ്ടോ, സ്ലിറ്റ് ഉൾപ്പെടെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാലപ്പ് ബോർഡേഴ്സോട് കൂടിയ ലേസ് ആണ്. ടോൺ ടോണിലേക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ക്രേപ്പ് ലൈനിങ് ഉൾപ്പെടെ. 1399 രൂപ മാത്രം. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. ഇനി അടുത്ത് നമുക്കൊരു കുറച്ച് ഏറ്റവും നല്ല ഹൈ പ്രീമിയം കളക്ഷനിലെ ഒരു പ്രീമിയം അനാർക്കലി, ബോളിവുഡ് സ്റ്റൈലിലെ ഫിലിം സ്റ്റാർസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ ഒരു പ്രീമിയം അനാർക്കലി കളക്ഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു
റയോണിൽ വന്നിരിക്കുന്ന ഹെവി ആയിട്ട് ചിക്കൻ വർക്ക് വന്നിരിക്കുന്ന ഒരു ഒള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. കണ്ടോ, ഹെവി ആയിട്ട്, ഏറ്റവും ഹെവി ആയിട്ടാണ് ഈ ഒരു പ്രീമിയം റയോണിലേക്ക്, പ്രീമിയം റയോൺ അല്ല, നമ്മുടെ നോർമൽ ആയിട്ട് വരുന്ന കോട്ടൺ റയോൺ ആണ് ഇത് കേട്ടോ. കോട്ടൺ റയോൺ ആണ്, നമ്മുടെ 14 kg റയോൺ അല്ല, 17 kg റയോണും അല്ല, ഇത് ലിവ റയോണും അല്ല, കോട്ടനുമായിട്ട് ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് നൈലോൺ റയോൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു റയോൺ ഫാബ്രിക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെവി ആയിട്ട് റെഡ്, നമ്മുടെ ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന കുർത്ത സെറ്റ് ആണ്. കുർത്ത ആൻഡ് ഹെഡ് ബോട്ടം കളക്ഷൻ നോക്കിയേ, കണ്ടോ, ബോട്ടത്തിന്റെ എൻ പോർഷനിലും ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് കളക്ഷൻസ് ആണ്. പ്രൈസ് വരുന്നത് വെറും 999, 999 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് സെറ്റ് ആയിട്ട് മീൻസ് ഒരു കൂൾ ആൻഡ് കാം ആയിട്ട് നമുക്ക് എന്താണ് ഒരു ടോപ്പും ബോട്ടവും അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ നല്ല ബോളിവുഡ് സ്റ്റൈലിലൊക്കെ ചെത്തി അടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതെ, ഇനി വരുന്ന നമ്മുടെ 2000 രൂപയുടെ സാധനമാണ് കാണിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാർക്കലിയാണ് കേട്ടോ. നല്ല പ്രീമിയം റിച്ച് ഹെവി ആയിട്ട് വരുന്ന അനാർക്കലിയാണ് കണ്ടോ. നല്ല പ്രീമിയം റിച്ച് ഹെവി ആൻഡ് എക്ദം ഹെവി ആയിട്ട് വരുന്ന ഒരു പ്രീമിയം അനാർക്കലീസ് ആണ്. 16 പാനൽസില് ഫുൾ ചിക്കൻ വർക്ക് ചെയ്ത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് കംപ്ലീറ്റ് ഹെവി ആയിട്ട് ചിക്കൻ എംബ്രോയിഡറി വർക്ക് ചെയ്ത് 16 പാനൽസോട് കൂടി ചെയ്തിരിക്കുന്ന, ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് കോളർ ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു പാനൽ കട്ട് അനാർക്കലിയാണ്. ഇറ്റ്സ് കോസ്റ്റ്ലി 2000 ആണ്. അതായത് പ്യോർ അടിപൊളി. ഇതൊരു 2500, 2700 രൂപ റേറ്റ് ആണ് ആക്ച്വലി. ഇവിടെ പോലും നമ്മുടെ സൂറത്തിൽ പോലും ഓരോ ബൊട്ടിക്സിലും നല്ല റേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ റേറ്റ് പറയുന്നത് 1999, അതായത് 2000 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് സ്ലീവ്സ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ വർക്ക് നിങ്ങൾ കാണുക, നോക്കിയേ. ഓരോ ലൈൻസിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ ലൈൻസിലും ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ. ഓരോ ലൈൻസിലും ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് സൈഡ് നോക്കിയേ, പോട്ട്ലി ബട്ടൺസ് ആൻഡ് ഓരോ വർക്കിലുമായിട്ടാണ് ലൈൻസ് വന്നിരിക്കുന്നത്. ടോപ്പ് ബോട്ടം 16 അനാർക്കലിയാണ് കേട്ടോ. 16 പാനൽസ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഈ ഒരു ഫോക്സ് ജോർജറ്റില് ഇത്രയും ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് അതിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇനി അടുത്ത് 2.5 മീറ്റർ, കംപ്ലീറ്റ്ലി 2.5 മീറ്റർ ദുപ്പട്ടയാണ് കേട്ടോ. 2.5 മീറ്റർ ഫുൾ ആയിട്ട് നമുക്ക് ദുപ്പട്ടയുണ്ട്. ആൻഡ് ഓൾസോ ബോട്ടത്തിനകത്താണ് ഇൻക്ലൂഡിങ് ലൈനിങ് ഉൾപ്പെടെയാണ് ബോട്ടം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസിലെ കുർത്തിയാണ് കേട്ടോ. ഒരു ഡബിൾ എക്സൽ സൈസിലെ അനാർക്കലിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ചിക്കു കോമ്പിനേഷൻ, രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൻ ഷെയ്ഡ് ആണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാവണ്ടർ ഷെയ്ഡ്. വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. അതിമനോഹരം, നല്ല മാജിക് കോളറില് പോട്ട്ലി ബട്ടൺസ് ഒക്കെ വന്നിട്ട് ഹെവി ആയിട്ടുള്ള പക്ക ഒരു നമ്മുടെ ബോളിവുഡ് സ്റ്റൈലാണ്. അങ്ങനെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. ആൻഡ് ടോപ്പ് അനാർക്കലി പ്ലസ് ബോട്ടം ആൻഡ് ദുപ്പട്ടയോട് കൂടി വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1999, 2000 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഒരുപാട് ഫുള്ളാണ്. ഒന്ന് കാണിച്ചു നല്ല ഫുള്ളാണ്, ഫുൾ സെറ്റ് ആണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സ്റ്റോക്ക് ആണ്. അത് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ സ്റ്റോക്ക് ഒന്ന് കാണിച്ചിടാം. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓൾറെഡി പ്രൊഡക്ഷൻ ചെയ്ത് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. കമന്റ് ഇടാനായിട്ട്, ജെന്യുവിൻ ആയിട്ടുള്ള കമന്റ് ഇടാനായിട്ട് മറക്കരുത്. എന്നെ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന നാഗവല്ലിനെ ആരും പുറച്ചിട. എന്റെ ജീവനും എപ്പോഴും പറയവേ, ചേച്ചിനെ ഞാൻ ഉണ്ടായിരുന്ന നാഗവല്ലിനെ ഞാൻ സണ്ണി ഡോക്ടറെ വിട്ടൊന്ന് അമക്കിയതായിരുന്നു. ആരാണോ വലിച്ച് പുറത്തെടുത്തത്. ഞാൻ നാഗവല്ലിയായി, അവക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. അവള് പറയാം അടുത്ത ആഴ്ച എങ്ങനെയും ഒന്ന് ട്രെയിൻ കയറ്റി ഞാനൊന്ന് വിട്ടോട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട്. ആ സമയത്ത് ഞാൻ അവളോട് പറയും, നീ എന്നെ ട്രെയിൻ കയറ്റി വിട്ടാൽ തിരിച്ചു വിളിക്കരുത് എന്നെ, ഞാൻ വരത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നാളെ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.